ഷോ ഞാൻ എന്നാലും ഏതാ മേക്കപ്പിൻ്റെ സാധനം എടുക്കുക? എന്തായാലും ഒന്ന് കടയിൽ പോയിട്ട് അങ്ങോട്ട് വരാം. ചേച്ചി ഇവിടെ നല്ല ക്രീം ജെല്ല് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഫേസ് വാഷ് ഉണ്ട്. ഇത് എനിക്ക് അറിയുന്നത് തന്നെയാ. എന്തായാലും ഇരിക്കട്ടെ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇതിനെത്രയാ? അതിന് 89. 89 രൂപ അല്ലേ? ഇത്ര ചെറുതിനാ 89 രൂപയോ? മോള് നല്ല സാധനമല്ലേ, 89 രൂപ തന്നെ. രൂപക്ക് ലാഭമാണോ? അവിടെ എടുത്ത് വെച്ച് നോക്കാം. ഇനി അലോവേറ ജെല്ല്. മോളെ അലോവേറ ജെൽ. ഇതിനെത്രയാ? അതിന് 100 രൂപയാണ് മോളെ. 100 രൂപയോ? ഇതിന് 100 രൂപ അല്ലേ? 100 രൂപ. ചെറിയ കുറച്ച് ഡിസ്കൗണ്ട് എല്ലാം ഉണ്ടോ? എന്ത് ഡിസ്കൗണ്ട് മോളെ, ഇതന്നെ ഇതിൻ്റെ റേറ്റ്. ചേച്ചി 50 രൂപക്കാണ് ഞാൻ ഇത് പ്രതീക്ഷിച്ച് വന്നത്. ഇതിനൊരു 50 രൂപ അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കാരണം അലോവേറ ജെല്ല് എപ്പോഴും എല്ലാവർക്കും കിട്ടുന്ന സാധനമല്ലേ, അപ്പം അതിന് റേറ്റ് കുറക്കണ്ടേ. പക്ഷെ എന്താ ചെയ്യാൻ മോളെ, ഇത് പക്ഷേ ഇച്ചിരി റേറ്റ് കൂടിപ്പോയി തോന്നുന്നു. സാരില്ല, ഇത് രണ്ടും വേണോ? ഈ ക്ലിയർ നെയിൽ പോളിഷ് വാങ്ങണം, അത്ര കാലം വിചാരിക്കും. ഇനി ക്ലിയർ നെയിൽ പോളിഷ് എത്രയാ? അതിന് 50 രൂപ. 50 രൂപ? ചേച്ചി ഈ ഒരു ചെറിയ സാധനത്തിന് 50 രൂപയോ? ഇതിനാകെ 20 അല്ലെ 10 രൂപയെ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇത് ഞാൻ ഒരു 10 രൂപക്ക് തരും, അല്ല 20 ആയിക്കോട്ടെ, 20 രൂപക്ക് തരും, വാങ്ങിക്കോ മോളെ. ചേച്ചി ഇതിനൊക്കെ ഇത് ഇത്രയേ ഉള്ളൂ. അത് നമ്മൾ ഓരോട്ട് ഇടുമ്പോൾ തന്നെ ഇത്ര ആവും. എന്തോന്ന് ചേച്ചി, ഇത് നമ്മളെ തരമാണ്, കമ്പനി തീരുമാനിക്കുന്നതാണ്. അപ്പം ഫേസ് വാഷ് 90 രൂപ. 89 അല്ല പറഞ്ഞ, ആ 1 രൂപ കൂട്ടി. മോളെ അതങ്ങനെ കൂട്ടുന്നതെങ്കിൽ 90. എന്തായാലും കയ്യിൽ നിന്ന് കാശ് പോകും. എന്നിട്ട് 10 രൂപയ്ക്ക് എടുക്കോ? ശരി മോളെ. ശരി, അപ്പോൾ ടോട്ടൽ എത്രയാ? 200 രൂപ ടോട്ടൽ. 200 രൂപയോ? 50 രൂപക്ക് എന്തെങ്കിലും സാധനം വാങ്ങി പോകാന്ന് വെച്ചാൽ ഞാനാ 50 പോട്ടെ, ഒരു 100 രൂപയെങ്കിലും. വാസ്ലിൻ കഴിഞ്ഞെന്ന് തോന്നുന്നു. വാസ്ലിൻ കൂടെ വാങ്ങിച്ചാലോ? മോളെ വാസ്ലിൻ കേട്ട് വാസ്ലിൻ ഒന്ന് കാണിക്കോ? ഇതാ മോളെ വലിയ വാസ്ലിൻ. വലിയ വാസ്ലിൻ ഞാനാകെ ചെറുതും ഉണ്ടല്ലോ. ഇത്ര വലിയ വാസ്ലിൻ ഒന്നും താങ്ങത്തില്ല ചേച്ചി. മോളെ വാസ്ലിൻ എടുത്ത് കാണിച്ചു തരുമോ? ഇതാ മോളെ ചെറുത് വാസ്ലിൻ. വെറുതെ പറഞ്ഞ് ചേച്ചി വാസ്ലിൻ ഉണ്ടല്ലോ. ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് എൻ്റെ കയ്യിൽ വാസ്ലിൻ ഉണ്ടായിരുന്നു. ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ, ഞാൻ വിചാരിച്ചതേ ഉള്ളൂ. ചേച്ചി കേട്ടത് ഇപ്പം എൻ്റെ വെച്ചല്ലോ. ചേച്ചി ഞാൻ വെറുതെ ചോദിച്ചു, വാസ്ലിൻ ഇനി വേണോ? അങ്ങനെ ആലോചിച്ച് നിൽക്കല. അതാ ചേച്ചി പെട്ടെന്ന് എടുത്ത് തന്നു. എനിക്ക് വാസ്ലിൻ വേണ്ട കേട്ടോ, വേണ്ട. ഇത് വലിയ വാസ്ലിനാ, വേണ്ട. ചേച്ചി തന്നെ എടുത്ത. ശരി മോളെ. ശരി, ഈ 3 തന്നെ മതി. 200 രൂപ ചേച്ചി, ഇത്ര ഞാൻ തന്നെ റാപ്പ് ചെയ്യണം. ഇനി ഇങ്ങോട്ട് വരാനേ പാടില്ല. എന്തായാലും വാസ്ലിൻ എടുത്തല്ലേ മോളെ. അതിൻ്റെ പൈസ പറയട്ടെ? അതും കൂടി ഇരിക്കട്ടെ. അതിൻ്റെ പൈസ ഞാനിപ്പോൾ തരത്തില്ല ചേച്ചി. 200 രൂപക്കൊന്നും ആ വാസ്ലിൻ പറയാൻ പാടില്ല. പിന്നെ ആ വാസ്ലിൻ എത്രയാ? പൈസ തരണം. 100 രൂപ. അപ്പോൾ ടോട്ടൽ 300 രൂപ ഞാൻ തരണം. ലിസ്റ്റ് പറ്റത്തില്ല. എന്തോ പറയുന്ന കുറച്ച് ഒരു 250 അങ്ങ് തരും. വാങ്ങുന്നുണ്ട് വാങ്ങിച്ചോ, അല്ലെങ്കിൽ വിൽക്കൂ, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് തന്നോ. ശരി എന്നാൽ 250. ശരി, എൻ്റെ തക്കാളി. ഈ കൊച്ചിനൊക്കെ എന്തൊരു പിശുക്കോ. 200, 250 ഉണ്ട്. ചേച്ചി ഈ കടയിൽ അത്ര റിവ്യൂ അത്ര പറഞ്ഞു. റിവ്യൂ അറിയില്ലായിരുന്നു. ഫ്രീ ആയിട്ട് വാങ്ങിച്ചോളാം. ഫ്രീ ആയിട്ടോ? അല്ല മോളെ, അതിന് ഫ്രീ ആയിട്ട് തന്നിട്ടൊന്നും കാര്യം. ഞാൻ പൈസ അങ്ങോട്ട് തന്നു. എനിക്ക് ബായ്. എന്തായാലും കുറച്ച് സാധനമാണ്, ഇച്ചിരി മതി. ചേച്ചി ഇവിടെ ഫേസ് വാഷ് ഉണ്ടോ? ഉണ്ടല്ലോ. ഹിമാലയത്തിന് ഞാൻ ഉപയോഗിക്കുന്നതന്നെ ചേച്ചി. ഇതുള്ളൂ. ശരി, എന്താ വേണ്ട. ഇതിനെത്ര രൂപയാ? അതിന് 90. 90 രൂപ അല്ലേ? 90 രൂപയ്ക്ക് ഇതുണ്ടോ ഇല്ലയോ? ചേച്ചി ഇത് 90 രൂപക്ക് ഉണ്ടോ എന്ന് എനിക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം.
എങ്ങനെ? ചേച്ചി ഇത് പകുതി കാറ്റാണ് കേട്ടോ. ഇത് പകുതി കാറ്റാണ്. അപ്പോൾ ഒരു 50 രൂപ തന്നാൽ മതിയോ? 50 രൂപ ഞാൻ തരത്തും. ആ ഫുള്ള് കാറ്റ് 50 രൂപ ഞാൻ തരത്തും. ഓ ശരി. അലോവേറ ജെല്ല് ഇന്നാ മോളെ. പിന്നെ എത്ര രൂപയാ? 100 രൂപ. ഒന്ന് പോ ചേച്ചി, 100 രൂപക്കൊന്നും ഒട്ടുമില്ല. ഇത് 50 രൂപ തരും. ഇത് 50, ഇത് 50, 100 രൂപ. ശരി, എന്നാൽ 100 രൂപയെങ്കിൽ 100 രൂപ. വേറെ നീ വേണം? ഹായ് നെയിൽ പോളിഷ്. ചേച്ചി ഇതിന് എത്രയാ? 50. എത്രയാ? 50ഓ? 10 രൂപ, 5 രൂപ അങ്ങ് തരും. ശരി, അപ്പം 105 രൂപ. വാസ്ലീനൊക്കെ കണ്ടിട്ട് എത്ര നാൾ വലുതെടുത്ത ലാഭമാണ്. ഓക്കെ, ഈ 2 എത്രയാ? 2 എടുത്തേക്കാം. ഈ 2 എത്രയാ? അതിന് വലുതിന് എത്രയാ? 200. വലുതിന് 200. ഇതിന് 200, ഇതിന് 100. 100. ശരി, എന്നാൽ ഇതിന് ഞാൻ 10 രൂപ തരാം. 110. 200 എനിക്ക് തരാൻ പറ്റില്ല. ഇതിന് ഞാനൊരു ഇത്ര വലിയ ലാർജ് ആയതുകൊണ്ട് 50 രൂപ തരും. ഇതിന് ഞാൻ 10 രൂപ തരും. പക്ഷെ നഷ്ടമാണ്. ടോട്ടൽ എണ്ണി പറ. എന്നാലും കുഴപ്പമില്ല, അത് മതി. 10 അല്ല, അതവിടെ 100, 150, 160, 170 രൂപ. ഓക്കെ, ഇത്ര സാധനം ഞാൻ വാങ്ങുന്നുള്ളൂ. കവറൊന്നും എൻ്റെ ആവശ്യമില്ല. പൈസ ഒന്നും എനിക്ക് വലിയ കാര്യമല്ലോ. ചേച്ചി, എനിക്ക് ഒരു ഫേസ് വാഷ്, ഒരു അലോവേറേൻ്റെ ജെല്ലോ അലോവേറയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ജെല്ല്, പിന്നെ ഒരു ക്ലിയർ നെയിൽ പോളിഷ് അല്ലെങ്കിൽ സാധാ നെയിൽ പോളിഷ്, പിന്നെ വാസ്ലീന് വലുതും ചെറുതും അല്ല വേണ്ട, വലുത് മതി. ശരി മോളെ. പിന്നെ ഇവിടെ നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ വേണമെന്ന്. അതെടുത്ത് വെക്കേ. ഓ, ഇവിടെ ഓൾറെഡി എല്ലാവരും ഇതിനാല് വാങ്ങാറ്. ഇതല്ലേ ഇപ്പം ട്രെൻഡ്. എത്ര? ടോട്ടൽ 500. എത്ര രൂപയാ? എത്ര രൂപയാ? 500. ഒരു മിനിറ്റ്, ഇനി എന്തെങ്കിലും വേണോ നോക്കട്ടെ. എന്തൊക്കെ മാറ്റി വെച്ചെന്നാലും ഒന്ന് കാണാൻ പറ്റൂ. ലിപ്സ്റ്റിക്ക്. ഈ ലിപ്സ്റ്റിന് എത്ര? ഞാൻ ഇതുപോലത്തെ ഓരോ സ്ഥലത്തു നിന്ന് ലിപ്സ്റ്റിക് വാങ്ങാറില്ല, അതായത് ഭയങ്കര ലോക്കലായിരിക്കും. പക്ഷേ ആ ലിപ്സ്റ്റിക്ക് എടുത്തോളൂ, ഇതും എടുത്തോളൂ. ടോട്ടൽ എത്രയാ? 500 രൂപ അല്ലേ? 500 രൂപ ആക്കണ്ട എന്നാ ചേച്ചി. ഇത് ടോട്ടൽ എന്തായാലും ഒരു 10,000 വരും. പക്ഷെ എനിക്ക് വേറെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. പക്ഷെ പൈസ എനിക്കൊരു കാര്യമില്ല. എന്നാ 500 രൂപ. വേണ്ട, 1000 എടുത്തോ. നിങ്ങൾ തന്നെ വെച്ചാൽ മതിയോ ചേച്ചി? വേറെ ആർക്കും കൊടുക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇത് ഒരു എന്താ പറയുക, ഓരോരോ ക്യാരക്ടറായിരിക്കും. അതായത് ആദ്യം പൈസ നോക്കി മാത്രം വാങ്ങുന്ന ആൾ, പിന്നെ പൈസ കുറച്ച് മാത്രം പറയുന്ന ആൾ, പിന്നെ ലാസ്റ്റ് പൈസ ഒരു കാര്യമേ ലാസ്റ്റ് നമ്മുടെ ലോട്ടറിയാണ്. പിന്നെ മറ്റേ പൈസ എന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ പേപ്പർ കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങനെയുള്ളതാണ്. അപ്പം ഇതുപോലെ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇപ്പം എൻ്റെ കയ്യിലുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ ഇത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ട്രെൻഡാക്കി എടുത്തോ. അല്ല, ഞാൻ അതായത് അങ്ങനെ ഞാൻ ലാസ്റ്റ് പറയാം, ഇതൊക്കെയല്ലേ ഇപ്പം ട്രെൻഡ്. അതുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ടാവുന്നു. അത് വേറെ സാധനങ്ങളൊന്നും എനിക്ക് എടുക്കാനില്ലാത്തതുകൊണ്ടാണ് ഇതാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. അല്ലാതെ ഇപ്പോൾ ട്രെൻഡാണോ എനിക്കൊന്നും അറിയത്തൊന്നുമില്ല. പിന്നെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് അടിച്ചു പിടിക്കും.